ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എം.ടി. വാസുദേവൻ നായർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. വിദഗ്ധ സംഘം ആരോഗ്യനില പരിശോധിക്കുകയാണ്. ഹൃദയസ്തംഭനമാണ് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ലിജോ വർഗീസ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ലിജോ, വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? വാസുദേവൻ നായർ ഇപ്പോഴും കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടരുകയാണ്. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശ്വാസകോശ സംബന്ധമായ അസുഖം അത് മൂർച്ഛിക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടായി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ മറ്റ് അവയവങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിക്കുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹത്തിന് ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 15-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ വീണ്ടും ശ്വാസകോശ സംബന്ധമായ ശ്വാസകോശത്തിലുള്ള അനുബാധയെ തുടർന്ന് അദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അത് ഹൃദയസ്തംഭനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ഓക്സിജൻ പുറത്തുനിന്ന് നൽകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഓക്സിജൻ പുറത്തുനിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ശ്വാസം എടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ രൂക്ഷമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇനി അല്പസമയത്തിനകം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ഇവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലയുടെ ചുമതല കൂടിയുള്ള അല്ലെങ്കിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് അതിനുശേഷം ഒരു കുറെ കൂടി ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏത് അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളതെന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത കൂടി ഉണ്ടാവും. അത് മെഡിക്കൽ ബുള്ളറ്റിനോട് വ്യക്തമാക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ അസുഖ ബാധിതനായി തന്നെ തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അദ്ദേഹം കഴിഞ്ഞ മാസവും സമാനമായി തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് മകളുടെ വീട്ടിൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ 15-ാം തീയതി വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവസാനമായി അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ കൊച്ചിയിൽ ആണ് അദ്ദേഹം അവസാനമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത്. അതിനുശേഷം കുറച്ച് മാസങ്ങളായി അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മറ്റ് ആളുകളുമായി പുറത്തു പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം വരും എന്ന പ്രതീക്ഷയിലാണുള്ളത്. ശരി, ലിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.